കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി കേരള കോൺഗ്രസ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതിയും നാളെ തിരുവനന്തപുരത്ത് ചേരും. സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാന അജണ്ട. കോട്ടയം ലോക്സഭാ സീറ്റിൽ UDF സ്ഥാനാർത്ഥിയാക്കാൻ നിരവധി കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. വിജയസാധ്യത ഇല്ലാതാക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതൃത്വം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന കർശന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. NDA മുന്നണിയിലെ മുൻ പ്രവർത്തനം PC തോമസിന് തിരിച്ചടിയായി. ഇതോടെ മുൻ MP-യായ ഫ്രാൻസിസ് ജോർജിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ തിരുവനന്തപുരത്ത് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതിയും ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാന അജണ്ട. സ്ഥാനാർത്ഥിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ ഉന്നതാധികാര സമിതി ചുമതലപ്പെടുത്തും. കോൺഗ്രസ് പച്ചക്കൊടി വീശിയതോടെ ഫ്രാൻസിസ് ജോർജിന് തന്നെയാണ് സാധ്യത. എന്നാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാവും. സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. അതിന്റെ ഭാഗമായാണ് PJ ജോസഫും കൂട്ടരും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് വളരെ തിരക്കിട്ട് നീങ്ങുന്നത്. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.